ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറയുവാണെങ്കിൽ നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യാം. അഷ്കർ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്കൊരു IT മേഖലയിൽ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത? നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് വെച്ചാൽ ലൈക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ലിങ്ക്ഡിൻ അങ്ങനെ ഇന്ത്യയുടെ അങ്ങനെയൊക്കെ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UK നിന്ന് കോളൊന്നും വരുന്നതല്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ തന്നെ ചോദിക്കും ആർ യു ഹാവിംഗ് പെർമിഷൻ ടു വർക്ക് ഇൻ UK. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് വേണം. അതായത് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് UK ജോലി വേണം. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഞാൻ UK എത്തുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്ത് ഇവിടെ ഒരു ടയർ 2 സ്പോൺസർഷിപ്പ് കിട്ടി. അങ്ങനെയാണ് ഞാൻ UK എത്തിയത്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇവിടെ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനെയും അതുപോലെ ഡിപ്പെൻഡൻസ് ആയിട്ട് ഇവിടെ വന്നവരെയൊക്കെ നമ്മുടെ മെട്രോയിലും ബസ്സിലും ഒക്കെ വെച്ച് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ടുള്ളതിൽ ഒരു 95-98% ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അൺസ്കിൽഡ് ജോബ്സ് ആണ്. അപ്പോൾ കെയർ വിസ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള പാർട്ട് ടൈം ജോലികൾ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ള ഒരു ഭൂരിഭാഗം പേര് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇവിടെ സ്കിൽഡ് ജോബ്സിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നത് വളരെ കുറച്ച് പേർക്കാണെന്ന് തോന്നുന്നു. നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ടയർ 2 വിസ കിട്ടി ഇവിടെ വരുന്നവർ വളരെ കുറവാണ്. ഒന്നുകിൽ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ ഏതെങ്കിലും അൺസ്കിൽഡ് ജോബ്, അങ്ങനെയാണ് ഇവിടെ ഭൂരിഭാഗം പേരും ഇവിടെ എത്തിപ്പെടുന്നത്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഫീൽഡ് പോലുള്ള ജോലികൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്, നല്ല സാലറിയും ഇവിടെ കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ കുറവുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ അവർക്ക് കണ്ടുപിടിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള സ്കോപ്പ്, പിന്നെ എങ്ങനെ CV പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഇവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം, അതുപോലെ ആ റിക്രൂട്ടറുമായിട്ടുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ സ്കോപ്പിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കോപ്പുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു ഫീൽഡും കൂടാണ് IT. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, അതുപോലെ നല്ല ഹൈ സാലറി കിട്ടുന്ന ഒരു ജോബ് കൂടെയാണ് IT ഫീൽഡിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അല്ലെങ്കിൽ സെക്യൂരിറ്റി സൈഡിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ക്ലൗഡ് എഞ്ചിനീയർ, ഡെവോപ്സ് എഞ്ചിനീയർ, SRE അങ്ങനെയൊക്കെയുള്ള ജോലികൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ സാലറിയും നല്ല പാക്കേജ് കിട്ടുന്നുണ്ട്. ഒരു 50,000 തൊട്ട് ഒരു 1 lakh വരെ പൗണ്ടാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2-3 ടൈപ്പ് ജോലികൾക്ക്. ഇതല്ലാതെ വെബ് ഡെവലപ്പർ, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഇങ്ങനെയുള്ള ജോലികൾക്കെല്ലാം ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 50,000 to 1 lakh വരുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ യുവർ എക്സ്പീരിയൻസ്. അതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ആ ഒരു സ്കെയിൽ കൂടിയും കുറഞ്ഞും ഇരിക്കും. എങ്കിലും ഇവിടെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയാണ് ഇവർ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഹയർ ചെയ്യുന്നത്. ഫ്രഷർ ആയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ഇവിടെ ജോലി കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അതും എഗെയിൻ ഞാൻ ഇമ്പോസിബിൾ ആണെന്ന് പറയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നല്ല സ്കിൽഡ് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് നാട്ടിൽ ഒരു ഇന്ത്യൻ കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്യുന്ന എല്ലാ കമ്പനിയും ചിലപ്പോൾ വിളിക്കണം എന്നില്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ഒരു 100-200 ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ 2-3 കമ്പനിയിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് റെസ്പോൺസ് വരുന്നത്. വിളിക്കാനും അങ്ങനെ ചാൻസ് ഉള്ളൂ. എല്ലാ കമ്പനിയിൽ നിന്നും വിളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി എങ്ങനെ ഒരു കമ്പനിയിലേക്ക്, നമുക്ക് ഒരു UK ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും റെഫറൻസ് ആണ്. അതായത് ഞാൻ ആ ഒരു അപ്ലൈ ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്ന കമ്പനിയിൽ ഏതെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവരുടെ റെഫറൻസോട് കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുക, നമ്മുടെ CV ഒന്ന് കൊടുക്കാൻ പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ഒരു റെഫറൻസ് കിട്ടുമോ എന്ന് നോക്കുക. ഒന്നുകിൽ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ല എങ്കിൽ ലിങ്ക്ഡിനിൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം നമുക്ക് അവരുടെ പേരും അവരുടെ പ്രൊഫൈലും അവിടെ കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെയിം പ്രൊഫഷൻ, സെയിം ഡെസിഗ്നേഷനിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ആരുടെയെങ്കിലും ഒരു പ്രൊഫൈൽ അതിൽ നിന്ന് കണ്ടുപിടിക്കുക, അവരുടെ ലിങ്ക്ഡിനിൽ ഒരു മെസ്സേജ് അയക്കുക, അവർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ റെഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയക്കുക. മിക്കവാറും പേരും അതിന് തയ്യാറാവും. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് കിട്ടുമോ എന്ന് നോക്കുക. റെഫറൻസ് കിട്ടുമെങ്കിൽ നമുക്ക് കുറച്ചധികം പ്രിഫറൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ റെഫറൻസ് കിട്ടുമെങ്കിൽ അവർ വഴി കണക്ട് ചെയ്യുക. ഇതല്ല എങ്കിൽ ഡയറക്റ്റ് ലിങ്ക്ഡിനിൽ തന്നെ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈസി അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അതാണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു ഈസി അപ്ലൈ അടിച്ചാൽ തന്നെ ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ ലിങ്ക്ഡിനിൽ നിന്ന് പോകുന്നതായിരിക്കും. ഇനി അതല്ല എങ്കിൽ ചില കമ്പനികൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കും. ചിലപ്പോൾ അവരുടെ കമ്പനി വെബ്സൈറ്റിലേക്ക് ലിങ്ക്ഡിനിൽ നിന്ന് അവർ റീഡയറക്റ്റ് ചെയ്ത് പോയിട്ട് അവിടെ നിന്നായിരിക്കും ആപ്ലിക്കേഷൻ പോകുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പൊതുവേ ലിങ്ക്ഡിനിൽ ഒരു ഈസി അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അത് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഒരു ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക്ഡിനിൽ നമുക്ക് ലിങ്ക്ഡിൻ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ഞാൻ ലിങ്ക്ഡിൻ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ ഒരു ജോബ് സൈറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമെയിൽ അയക്കുക, റെഫറൻസ് കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ലിങ്ക്ഡിൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ UK-യിലേക്ക് ഞാൻ വന്നതും ലിങ്ക്ഡിൻ മാത്രം യൂസ് ചെയ്തിട്ടാണ്. ഞാൻ വേറെ ഒരു പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും നമ്മൾ ഒരു ലിങ്ക്ഡിനിൽ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. മാക്സിമം നമ്മുടെ സ്കിൽസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വെക്കുക. അതുപോലെ നമുക്ക് ആ ഒരു ജോബ് സെർച്ചിൽ നമുക്ക് വരുന്നത് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബുകളാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ ലിങ്ക്ഡിനിൽ നമ്മൾ എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നാണോ നമ്മളത് നമ്മുടെ പ്രൊഫൈലിൽ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലിങ്ക്ഡിനിൽ നമുക്ക് ആ ഒരു ജോബിൻ്റെ സജഷൻസ് നമുക്ക് വരുന്നത്. ഇനി പറയാനുള്ളത്, ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു CV ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്. CV-ക്ക് അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ CV മാത്രമാണ് എല്ലാം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് CV-ക്ക് കൊടുക്കണം. ഒരു 4-5 അല്ലെങ്കിൽ ഒരു 10 ദിവസം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര ടൈമാണ് നമ്മൾ ആ ഒരു CV-യിൽ സ്പെൻഡ് ചെയ്യുന്നത് അത്രയും അത് വർത്താണ്. കാരണം നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മുടെ CV അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ പറ്റിയ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ആ CV ഏത് രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിൽസും അതുപോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സും ഒക്കെ അതിനെ വെക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അത് വായിക്കുന്ന ഒരാൾക്ക് എനിക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം എന്നുള്ള ഒരു ഇമ്പ്രഷൻ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഡിസൈനിലല്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്കിൽസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ജോലി കിട്ടാനുള്ള ഡെഫിനറ്റ്ലി ചാൻസ് കുറവായിരിക്കും. മാക്സിമം ആ ഒരു CV ATS ഫ്രണ്ട്ലി CV ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇവിടെ പൊതുവേ യൂറോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരുപാട് വലിയ കമ്പനീസൊക്കെ ATS എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഒരു യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് 100% നമുക്ക് ഉറപ്പില്ല ഏതൊക്കെ കമ്പനിയാണ് ATS യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കമ്പനി യൂസ് ചെയ്യുന്നില്ല എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു ജോബ് ഓപ്പണിങ്ങിലേക്ക് ഏകദേശം 100 അല്ലെങ്കിൽ 150-200 പേരൊക്കെ ആയിരിക്കും ഒരു ഓപ്പണിംഗ് വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ അയക്കുന്നത്. അപ്പോൾ അത്രയും ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അതിൽ നിന്ന് അവർക്ക് കുറച്ച് കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ ഫിൽട്ടർ ചെയ്തെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം അവർക്ക് ഇല്ലാതിരിക്കില്ല. സോ ATS ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. അപ്പോൾ ATSൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് എന്താണ് നമ്മുടെ ഒരു ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എന്തൊക്കെ സ്കിൽസ് നമുക്ക് വേണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ആ ഒരു ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഒരു ക്ലൗഡ് എഞ്ചിനീയർ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ AWS ക്ലൗഡ്, ഗൂഗിൾ ക്ലൗഡ്, അപ്പോൾ അതിൽ വർക്ക് ചെയ്യണം, അതിനകത്ത് പ്രൊവിഷൻ ചെയ്യണം, അതിനകത്ത് ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ATS ചെയ്യുന്നത് ഈ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ CV-യിലുണ്ടോ എന്നാണ് അത് ചെക്ക് ചെയ്യുന്നത്. അത് പൊതുവേ കീവേഡുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യങ്ങൾ നമ്മുടെ റെസ്യൂമിലുണ്ടോ എന്നത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ATS ഫ്രണ്ട്ലി ആയിട്ട് ഒരു റെസ്യൂം ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മാക്സിമം ഈ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞിട്ടുള്ള കീവേഡ്സ് നമ്മുടെ റെസ്യൂമിൽ അല്ലെങ്കിൽ CV-യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉള്ള കീവേഡ്സ് മാക്സിമം നമ്മുടെ റെസ്യൂമിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AWS, അതുപോലെ EC2, ഓട്ടോമേഷൻ, CI/CD,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ജാവ അങ്ങനെ ഏതെങ്കിലും കുറേ ലാംഗ്വേജിൻ്റെ പേര്, സെലേനിയം അങ്ങനെയൊക്കെ കുറേ പേരുകൾ, കുറേ കീവേഡ്സ് ആയിരിക്കും ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം നമ്മുടെ CV-യിൽ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഉറപ്പുവരുത്തുന്നതോടുകൂടി നമുക്ക് മാക്സിമം ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും നമ്മുടെ റെസ്യൂമുമായിട്ട് മാക്സിമം മാച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഒരു CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടുതൽ, ഇമെയിലും നമുക്ക് ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലും ഫോൺ നമ്പരും മാത്രം മതി. അല്ലാതെ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ അറിയാവുന്ന എല്ലാ ലാംഗ്വേജ്, ഹോബി, പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ എവിടെയാണ് പഠിച്ചത്, അങ്ങനെ ഒന്നും വേണ്ട. റീസെൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ എവിടെയാണ് ചെയ്തത്, അത്രയൊക്കെ കാര്യങ്ങൾ മാത്രം മതി. പൊതുവേ യൂറോപ്പിൽ എല്ലാവരും CV ക്രിയേറ്റ് ചെയ്യുന്നത് യൂറോപാസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ നാട്ടിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം CV തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ഒരേ CV തന്നെയാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ചെയ്തിരുന്നതെന്നുള്ള ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരുപാട് വലിയ ആ ഒരു CV-യുടെ സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്നവർ പൊതുവെ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളവർ പറയുന്നത്, ഇവിടുത്തെ UK അല്ലെങ്കിൽ യൂറോപ്പ് സ്റ്റാൻഡേർഡിലുള്ള CV-കളാണ് കൂടുതൽ ഇൻ്റർവ്യൂ കോൾസ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻഡീഡ് പോലുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ സെയിം പ്രൊഫഷനിലുള്ള ആരെങ്കിലും ഒരാളുടെ CV ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ പെയ്ഡ് സർവീസുകളുണ്ട്. നമ്മുടെ നാട്ടിൽ CV ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫീസും കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു CV ക്രിയേറ്റ് ചെയ്ത് തരും. അവരൊരു കവർ ലെറ്ററും അതിൻ്റെ കൂടെ നമുക്ക് തരും. അപ്പോൾ ഈ CV-യും കവർ ലെറ്ററും വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം എങ്കിലും ഓൺലൈനിൽ CV ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് CV ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. യൂറോപാസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റുകൾ, ഫ്രീ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് CV ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡിന് തന്നെ നമുക്ക് PDF ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതും CV ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ CV ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്കിൽസ് കൊടുക്കുന്ന സമയത്ത് മാക്സിമം ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പാരഗ്രാഫായിട്ട് എഴുതി കഴിഞ്ഞാൽ പൊതുവെ അത് കാണുന്നവർക്ക് അതൊരു വായിക്കാൻ ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. സോ മാക്സിമം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഷോർട്ടായിട്ട് കൊടുക്കുക. അതൊരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതിനകത്തേക്ക് കൊടുക്കുക. ഗിറ്റബ് റെപ്പോസിറ്ററി ഉണ്ടെങ്കിൽ അത് വെക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരു കമ്പനിയിൽ ഒരാൾ ആ ഒരു CV കാണുന്ന സമയത്ത് അവർക്ക് പൊതുവെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയാനായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇനി CV ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് എത്രത്തോളം നമ്മുടെ CV മാച്ച് ആണ് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ നോക്കുക. അതിന് CV അനലൈസ് എന്ന് പറയും. അപ്പോൾ CV അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ ജോബിൻ്റെ ലിങ്ക്ഡിനിൽ നിന്ന് നമുക്ക് പോയി അവർ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്ത് അതുപോലെ നമ്മുടെ CV അപ്ലോഡ് ചെയ്ത് ഈ ഒരു സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് തങ്ങളിൽ മാച്ച് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം നമ്മുടെ CV ആ ഒരു ജോബുമായിട്ട് മാച്ച് ആണെന്നുള്ളത് പറഞ്ഞു തരും. എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ കീവേഡ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിലോ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലുള്ള കാര്യങ്ങൾ ഈ ഒരു CV അനലൈസ് ചെയ്യാനായിട്ട് ജോബ് സ്കാൻ അല്ലെങ്കിൽ CV മേക്ക് എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റുകളിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇത് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് ഏകദേശം ഒരു 60% അല്ലെങ്കിൽ 70% എബവ് ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്കിൽ നമുക്ക് ATS ഫ്രണ്ട്ലി ആണ് നമ്മുടെ CV ആ ജോബുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു CV വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ആ ഒരു ജോബ് ആപ്ലിക്കേഷൻ നേരെ പോകുന്നത് റിക്രൂട്ടറിലേക്കായിരിക്കും. റിക്രൂട്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി, നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിലും ഏതെങ്കിലും
സിസ്റ്റം സൈഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളായിരിക്കും നമ്മുടെ സി വിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുന്നത്. ഇതൊന്നും കാര്യമായിട്ട് മനസ്സിലാക്കാൻ, എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കത്തില്ല റിക്രൂട്ടർ എന്ന് പറയുന്നത്. അവർ നോക്കുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന ആ പ്രൊഫൈല് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കീവേഡുകളൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും ഓക്കെ ആണോ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓവറോൾ ഐഡിയ മാത്രമായിരിക്കും അവർ നോക്കുന്നത്. ഒരു ഏകദേശം നമ്മുടെ പ്രൊഫൈൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ നമ്മളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. അപ്പോഴാണ് നിങ്ങളുടെ സി വി അല്ലെങ്കിൽ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ മെയിലോ ഒക്കെ വരുന്നത്. മിക്കവാറും അവരൊരു 5-10 മിനിറ്റ്സിൻ്റെ ഒരു കോൾ ഷെഡ്യൂൾ ചെയ്യും. അതായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോള് റിക്രൂട്ടർ വലിയ കാര്യമായിട്ട് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കറണ്ട് ജോബ് ലീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ യു വോണ്ട് ടു കം ടു UK, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയുക. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന CV കൊടുത്ത് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു 5 പേരെ അല്ലെങ്കിൽ 10 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ഇവരെയൊക്കെ ജസ്റ്റ് ഒന്ന് വിളിച്ച് അവരൊക്കെ ഇൻ്റർവ്യൂവിന് ഓക്കെ ആണോ, എന്താണ് കറണ്ട് സ്റ്റേറ്റ്, അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും റിക്രൂട്ടർ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് റിക്രൂട്ടറിൻ്റെ ആ ഒരു കോള് കഴിഞ്ഞതിന് ശേഷം പിന്നീടായിരിക്കും ടെക്നിക്കൽ ടീമുമായിട്ടോ അല്ലെങ്കിൽ HR ഒക്കെ ഉള്ള മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾസൊക്കെ വരുന്നത്. ഫസ്റ്റ് റിക്രൂട്ടർ ആയിട്ടുള്ള കോളിൽ തന്നെ നമുക്ക് ഇപ്പോൾ അവർക്ക് തോന്നുവാണ് നമ്മൾ ഈ CV യിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല എന്നവർക്ക് തോന്നുവാണെങ്കിൽ അവരവിടെ വെച്ച് തന്നെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ CV യിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാക്സിമം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നോക്കുക. ഈവൻ ടെക്നിക്കൽ റൗണ്ടിന് മുൻപ് തന്നെ നമുക്ക് ചിലപ്പോൾ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിക്രൂട്ടർ നമ്മളെടുത്ത് ചോദിക്കുന്നത് അവർക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരുടെ കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഏത് കാൻഡിഡേറ്റിനെ വിളിച്ചാലും ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, എത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അത് എത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ റെഡിയാണോ, എന്തിനാണ് റീലൊക്കേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഇപ്പോഴത്തെ ജോബ് കളയുന്നത്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു പാർട്ട് ഞാൻ ചെയ്യുന്നതിൽ എങ്ങനെയാണ് ആ ഒരു ഓവറോൾ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, അതുപോലെ ടെക്നിക്കൽ ഡിസ്കഷൻസ്, ഏത് ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്, ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി, അത് ചേഞ്ച് ആവും, എങ്കിലും ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അതുപോലെ ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചർ എന്തായിരിക്കും നിങ്ങൾക്ക് ഓവറോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.